കർത്താവിന് വേണ്ടി ചെയ്യുന്നത് ഈ ഭൂമിയിലും പ്രതിഫലമുണ്ട്, വിശ്വസ്തയോടെ ചെയ്യുന്നതെങ്കിൽ നിത്യതയിലും പ്രതിഫലമുണ്ട്. മോർണിംഗ് മന്നായിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായിട്ട് തന്നിരിക്കുക. പ്രാർത്ഥനയോടെ തികഞ്ഞ പ്രതീക്ഷയോടെ ഇന്നലെ നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ വചനത്തിലേക്ക് നമുക്ക് വരാം. മത്തായിയുടെ സുവിശേഷം 20-ാമത്തെ അധ്യായം 2-3 വാക്യങ്ങൾ. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ് പറഞ്ഞിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. 3-ാം മണി നേരത്തും പുറപ്പെട്ടു. മറ്റു ചിലർ ചന്തയിൽ മിനക്കെട്ട് നിൽക്കുന്നത് കണ്ടു. നിങ്ങളും മുന്തിരിത്തോട്ടത്തിൽ പോകുവീൻ, ന്യായമായത് തരാമെന്ന് അവരോട് പറഞ്ഞു. അവർ പോയി. ഈ ഭാഗമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഞാൻ ഇന്നലെ പറഞ്ഞു, ദൈവരാജ്യം എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും തൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താനായിട്ട് ദൈവം തന്നിരിക്കുന്ന ഒരവസരങ്ങളാണ്. അത് വലിയവനൊന്നും ചെറിയവനൊന്നും ഇല്ല, വലിയ വേലയൊന്നും ചെറിയ വേലയൊന്നുമില്ല. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നതാണ് എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ആരെയും മൈൻഡ് ചെയ്യില്ല കേട്ടോ. അവരെന്നെ നോക്കിയില്ല, അവരെനിക്ക് പൈസ നോ. പ്രതിഫലം തരുന്ന സ്വർഗത്തിലെ ദൈവമാണ്. കർത്താവിന് വേണ്ടി ചെയ്യണം കേട്ടോ. ആമേൻ. ഒരു ശുശ്രൂഷയെ തരാത്ത ആരുമില്ല. രക്ഷിക്കപ്പെട്ടവരാണോ നിങ്ങൾ? സ്നാനപ്പെട്ടവരാണോ? വചനപ്രകാരം ജീവിക്കുന്നവരാണോ? ചിലരുണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ചു മതി. നോ, ലിമിറ്റ് ചെയ്യരുത് കേട്ടോ. വളരണം, അപ്ഗ്രേഡ് ചെയ്യണം, മടങ്ങി വരട്ടെ. ഇവിടെ നോക്കിയേ, ദിവസത്തേക്ക് ഇപ്പോൾ ഒരു എഗ്രിമെൻ്റ് സൈൻ ചെയ്തിട്ടാണ് അവർ വേലയ്ക്ക് ഇറങ്ങുന്നത്. എന്തുവാണ്? രാവിലെ 9 തൊട്ട് വൈകിട്ട് 5 വരെ. ആമേൻ. മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യും, ന്യായമായത് തരാം. എന്നിട്ട് ഒരു വെള്ളിക്കാശ്, ഒരു ദിവസത്തെ കൂലിയാട്ടോ, ഒരു വെള്ളിക്കാശ് പറഞ്ഞൊത്തു. ഏതാ? 9 മണിക്ക് വന്നവരോട്. അപ്പോൾ അവരോട് പറയുന്നൊരു പദമുണ്ട്, ന്യായമായിട്ട് തരാം. അപ്പോൾ 3 മണിക്കൂർ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റിയില്ല? മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഉള്ളിൽ ആ കുറ്റബോധമുണ്ട്. അയ്യോ, 3 മണിക്കൂർ എന്നെ നഷ്ടപ്പെട്ടു പോയി, 3 മണിക്കൂർ എന്നെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് എന്തു ചെയ്യും? രാവിലെ 6 മണിക്ക് വന്നവർ ചെയ്യുന്നതിനെക്കാട്ടിൽ ആക്റ്റീവായിട്ട് അവർ കുറച്ചുകൂടി ചെയ്യും, അല്ലേ? ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് വിശ്വസിക്കും. ഏറ്റവും ലേറ്റസ്റ്റായിട്ടായിരിക്കും ദൈവവൈദ്യരെ നീ രക്ഷിക്കപ്പെട്ടത്. വർഷങ്ങളെ പഴക്കമൊന്നും പറയാൻ കാണത്തില്ലായിരിക്കും. വിശ്വാസത്തെ ഇറങ്ങിത്തിരിച്ച പാരമ്പര്യമൊന്നും വലുതായിട്ടൊന്നും പറയുന്നില്ലായിരിക്കും. വളരെ ചുരുങ്ങിയ നാളുകളെ ആയിരിക്കത്തുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയങ്കര ആഗ്രഹമുണ്ട്, കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അതാണ് ഈ പറഞ്ഞ 3-ാം മണി നേരം. ജീസസ് എന്ത് സംഭവിച്ചത് നമുക്കറിയാം. അവിടെ നല്ല പോലെ അവർ വേല ചെയ്തു. ഹല്ലേലൂയ. ന്യായമായിട്ട് തരാമെന്ന് പറഞ്ഞ കർത്താവ് ഈ ഭൂമിയിൽ എന്തിനെങ്കിലും നമുക്ക് കുറവ് വരുത്തിയിട്ടുണ്ടോ? ലജ്ജിക്കപ്പെടാനിടയായിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇനിയും ഈ ദൈവം നടത്തും കേട്ടോ. വിശ്വസ്തയോടെ അവൻ്റെ വേല ചെയ്യുക, നേരോടെ അവൻ്റെ വേല ചെയ്യുക. ഒന്നിനും മുട്ടുവരാതെ സ്വർഗത്തിലെ ദൈവം നിന്നെ നടത്തും കുഞ്ഞേ. പണമായിരിക്കരുത് നിൻ്റെ എയിം. ഹൃദയത്തിനകത്ത് പണത്തിന് ഒരു സ്ഥാനം കൊടുക്കരുത്, കർത്താവിന് മാത്രം കൊടുക്കണം. ആമേൻ. വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിന്നാൽ ദൈവം നമ്മളെ മാനിക്കും കേട്ടോ, ആദരിക്കും. ആ ദൈവവരങ്ങളിൽ നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, സമർപ്പിക്കാം. ആദ്യം ഇങ്ങനെ പറയാം, കർത്താവേ, ഈ മുന്തിരിത്തോട്ടത്തിലേക്ക് എന്നെ വിളിച്ചതിന് നന്ദി. ഈ ദൈവത്തെ അറിയാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതിന് നന്ദി. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വളരെ വ്യക്തമായിട്ടൊന്ന് ഞങ്ങളോട് സംസാരിച്ചു. ഞങ്ങൾക്കെല്ലാവർക്കും വിളിച്ചൊരു വിളിയുണ്ടെന്ന്, തിരഞ്ഞെടുത്തൊരു തിരഞ്ഞെടുപ്പുണ്ടെന്ന് ഞങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് നന്ദി. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവർക്കും അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സഹായിക്കും. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, മുദ്രയിടുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60
0023. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.